എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇതൊന്നും അവൾ വേണ്ട നോക്കാൻ ഒരു കാരണമല്ല. പക്ഷെ ലച്ചു ഇതൊക്കെ അറിയുമ്പോൾ പാടില്ല. ഒരിക്കലും ഇതൊന്നും അവൾ അറിയരുത്. അത് അവൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനും സഹിക്കാനാവില്ല. ദൂരെ നിന്നായാലും സന്തോഷത്തോടെ അവളെന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക്. ഇനിയുള്ള ജീവിതമെങ്കിലും അവൾക്ക് സന്തോഷവും സമാധാനവും കിട്ടണം. സന്ദീപ് പറഞ്ഞു. അത് കേട്ട് ആനന്ദ് അവനെ കെട്ടിപ്പിടിച്ചു. ഈ കിട്ടിയ സർപ്രൈസ് എനിക്ക് വിശ്വസിക്കാനാവുന്നതിൽ വലുതാണെന്ന് അറിയാൻ കാർത്തിക്. ഇപ്പൊ മനസ്സിലായില്ലെന്ന് എനിക്കല്ല. ദൈവം ഒരിക്കലും നിന്നെ പോലെ നെറികെട്ടവന്മാരെ സഹായിക്കില്ലെന്ന്. ഇതൊക്കെ നീ അനുഭവിക്കേണ്ടതാ. നിന്റെ സമയമെടുത്തു. ഈ അവസാന നിമിഷങ്ങളിൽ ചെയ്ത തെറ്റുകളോർത്ത് പശ്ചാത്തപിക്കാൻ നോക്ക്. വരുൺ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി. വരുൺ തന്നെ കാർത്തികിന്റെ ദേഹത്തേക്ക് മദ്യമൊഴിച്ചതും മുറിവിനുള്ളിൽ കൂടി അത് ആഴ്ന്നിറങ്ങി. കാർത്തിക് വേദന കൊണ്ട് പിടഞ്ഞു. പട്ടിണിയും വേദനയും ശരീരത്തിലെ മുറിവുകളും അവനെ വല്ലാതെ കീറി മുറിച്ചു. അവന്റെ തലക്ക് ചൂട്ടിലേക്ക് വെള്ളം നിറച്ച വലിയ ടാങ്ക് കൊണ്ടുവച്ച് സന്ദീപ് അവനെ ടാങ്കിലേക്ക് മുക്കി. കാർത്തിക് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഉയർത്തിയും താഴ്ത്തിയും അവനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. നീ ഇവിടെ കിടന്ന് നരകിച്ച് ചാവണം. നിന്റെ മരണം അത് നീ ചോദിച്ചു വാങ്ങണം. അതാണ് നിനക്കുള്ള ഞങ്ങളുടെ ദയ. ബാക്കിയുള്ള മദ്യം കൂടി അവന്റെ ദേഹത്തേക്ക് ഒഴിച്ചുകൊണ്ട് 4 പേര് അവിടെ നിന്ന് ഇറങ്ങി. സന്ദീപ്, ഇത്രയും നാൾ ഒറ്റ കാര്യമില്ലാതെ നീ ജീവിച്ചു. ഇനിയുള്ള കാലങ്ങളിൽ നിനക്ക് സന്തോഷമായി ജീവിക്കണ്ടേ? അങ്ങനെ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആനന്ദ്. ഉണ്ടാവണം. നീ ആരാണെന്ന് സത്യം ലച്ചു അറിയണം. നീ ഇന്നോളം അനുഭവിച്ച വേദനകൾക്ക് മരുന്നാവാൻ അവൾക്ക് മാത്രമേ സാധിക്കൂ. ഞാൻ ആരാണെന്നറിഞ്ഞാൽ അവൾക്ക് അത് സഹിക്കാനാവില്ല. അവൾക്ക് മുമ്പിൽ എന്തോ ഒരു തെറ്റുകാരനാണ് ഞാൻ. കൈക്കുഞ്ഞായ അവൾ ഉപേക്ഷിച്ചു പോയി എന്നെ സ്നേഹിക്കാനൊക്കെ അവൾക്കാവുമോ? ഇതൊക്കെ അവൾ വിശ്വസിക്കുകയോ? വിശ്വസിക്കണം. സത്യം സത്യമല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. അവളുടെ അച്ഛനും അമ്മയ്ക്കും വിശ്വാസമായ അവൾക്കും ആവും. അവരിൽ നിന്ന് അവളെ അകറ്റാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അവളോടുള്ള സ്നേഹം ഞാൻ നേരിട്ട് കണ്ടതാ. അകറ്റാൻ വേണ്ടിയല്ലടാ. നീ ആരാണെന്ന് അവൾ അറിയാൻ വേണ്ടിയാ. ഇനിയുള്ള കാലങ്ങളിൽ നീ സന്തോഷമായിട്ട് ജീവിക്കണം. ആ ഒരു ആഗ്രഹം ഞങ്ങൾക്കുള്ളൂ. നിനക്കൊരു ജീവിതം ഉണ്ടാവണം. അതിനി ഒരിക്കലും എനിക്കാവില്ല. നീ വേദനിക്കുന്നത് കാണാൻ ഒരിക്കലും വേണ്ടി ആഗ്രഹിക്കില്ല. അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ. അവളുടെ ആഗ്രഹം അതായിരുന്നല്ലോ, നീ എന്നും സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ. ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞു. ഇനി നിനക്ക് നഷ്ടമായ നിന്റെ സഹോദരിയെയും കിട്ടും. അതിനൊപ്പം നല്ലൊരു ജീവിതം കൂടി ഉണ്ടാവണം നിനക്ക്. അതിനെനിക്ക് ഈ ജന്മാവും തോന്നുന്നില്ല. വേണിയെ കണ്ട പോലെ മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും എനിക്കാവില്ല. എന്നെ ആരും നിർബന്ധിക്കരുത്. എനിക്കാവില്ല. ഞാൻ ഇറങ്ങുക. സന്ദീപ് അതും പറഞ്ഞു പോയതും വരുണും ആനന്ദും ആദ്യം അവനെ വേദനയോടെ നോക്കി. ഒരുപാട് അനുഭവിച്ചാനാവൻ. ഇനിയെങ്കിലും എല്ലാം നേരായാൽ മതിയായിരുന്നു. വരുൺ അതും പറഞ്ഞ് ദീർഘമായി നിശ്വസിച്ചു. എല്ലാം ശരിയാവും. അതിനധികം താമസമില്ല. ആനന്ദ് പറഞ്ഞതും വരുൺ അത് കേട്ട് പുഞ്ചിരിച്ചു. ആദ്യം ആനന്ദം ഇറങ്ങിയതും വരുൺ അവർ നോക്കി ചിരിച്ചുകൊണ്ട് ഇറങ്ങി. ആദ്യം ആനന്ദ് നേരെ പോയത് ലച്ചുവിന്റെ വീട്ടിലേക്കാണ്. നന്ദു, ഇപ്പൊ തന്നെ എല്ലാവരും അറിയിക്കണം. ആദ്യം ടെൻഷൻ കൊണ്ട് ചോദിച്ചു. നല്ല കാര്യങ്ങളൊന്നും വൈകാൻ പാടില്ല. ആദ്യം ഉൾക്കൊള്ളാൻ അവൾക്ക് ബുദ്ധിമുട്ടായാലും പിന്നീട് അവൾ പൊരുത്തപ്പെടും. സ്വന്തം ചോരയെ തള്ളിക്കളയാൻ അവൾക്കാവില്ല. എനിക്ക് ഉറപ്പുണ്ട്. ആനന്ദ് പറഞ്ഞു. ആദ്യം അതിന് മൂളി. വണ്ടിയായിട്ട് മുമ്പിലെത്തിയതും ആനന്ദ് ആദ്യം നോക്കിയിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി. ആഹാ, നിങ്ങളോ? കേറി വാ മോനെ. ആനന്ദിനെ കണ്ടത് ലച്ചുവിന്റെ അച്ഛൻ അവനെ അകത്തേക്ക് വിളിച്ചു. അത് കണ്ടതും അവനുള്ളിലേക്ക് നോക്കിയിട്ട് അച്ഛനെ നോക്കി. എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ലച്ചുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയണം. ആനന്ദ് പറഞ്ഞെങ്കിൽ ഒരു ഭയത്തോടെയും ഞെട്ടിലോടെയും അവനെ നോക്കി. ലച്ചുവിനെ കുറിച്ച് എന്താ അറിയാനുള്ളത്? വാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ഉള്ളിലേക്ക് നോക്കിയിട്ട് ഗിരി ഭയത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ആദ്യം വണ്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ആനന്ദിനോട് തലയാട്ടിയതും ആനന്ദ് ഗിരിക്കവും പ്രത്യേകിച്ചതും. അച്ഛൻ എന്തിനെങ്ങനെ വീർക്കുന്നു? ഇത്രയും ടെൻഷൻ ഉണ്ടാവാൻ എന്താ കാര്യം? ഗിരിയുടെ അവസ്ഥ കണ്ട് ആനന്ദ് ചോദിച്ചു. ഗിരി മോനടിച്ചുകൊണ്ട് അവനെ നോക്കി. മോളെ കുറിച്ച് എന്താ മോനെ അറിയേണ്ടത്? അവളെ കുറിച്ചെല്ലാം മോനെ അറിയാവുന്നതല്ലേ? അതിൽ നിന്ന് കൂടുതൽ എന്താ മോനെ ഇനിയുള്ളത്? ഗിരി ഭയത്തോടെ ചോദിച്ചു. ലച്ചുവിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അച്ഛാ. പക്ഷെ ഇന്ന് അവൾ ആരാണെന്ന് എന്താണെന്ന് ഞാൻ അറിഞ്ഞു. സത്യത്തിൽ അവൾ അച്ഛൻ്റെ ആരാണെന്നോ? ആരെന്ന് പറഞ്ഞു. ഗിരി ഞെട്ടിലോടെ അവനെ നോക്കി. മോനെന്താ പറയുന്നേ? അവൾ എൻ്റെ മോളാ. എൻ്റെ രാധിക ജന്മം നൽകിയ മോളാ അവള്. ജന്മം നൽകാതെയും കർമ്മം കൊണ്ട് രക്തബന്ധാവുന്നവരുണ്ട് അച്ഛാ. ലച്ചു നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധാണെന്ന് ഞാൻ പറഞ്ഞ? ആരെന്ന് ചോദിച്ചു. ഗിരി ഒന്നും പറയാനാവാൻ നിന്നു. മോനോട് ആരെ ഈ കടത്തരൊക്കെ പറഞ്ഞ്? അവളെൻ്റെ സ്വന്തം മോളാ. ഇതൊക്കെ ശങ്കറും ഗൗരിയും പറഞ്ഞുണ്ടാക്കിയതാവും. ഞങ്ങളോടുള്ള പകപോക്കാൻ ഗിരി ദേഷ്യത്തിൽ പറഞ്ഞു. ഇനിയൊന്നും എനിക്കൊന്ന് മറച്ചു വെക്കേണ്ട അച്ഛാ. ലച്ചു ജീവിക്കാൻ പോകുന്ന എനിക്കൊപ്പാണ്. സത്യം തന്നെയായാലും അവൾ ഒരിക്കലും ഞാൻ കൈവിടില്ല. അതുകൊണ്ട് അവളെക്കുറിച്ച് പൂർണ്ണമായിട്ട് എനിക്കറിയണം. ലച്ചു അച്ഛൻ്റെ സ്വന്തം മകളിൽ നിന്ന് എനിക്കറിയാം. ആരെന്ന് പറഞ്ഞു. ഗിരി അത് കേട്ട ഷോക്കിൽ അവൻ്റെ വാപുത്തി. നീ എന്തൊക്കെ ഈ പറയുന്നേ? അവൾ എൻ്റെ മോളാ, എൻ്റെ സ്വന്തം മകള്. അങ്ങനെയല്ലെന്ന് പറയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവൾക്ക് വേണ്ടി ആരും വരണ്ട. അവൾക്ക് ഞങ്ങൾ തന്നെയല്ല. അത് മതി. അവളെൻ്റെ മോളാ. ഗിരി ആരോടൊന്നില്ലാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആനന്ദ് അത് കേട്ട് ഗിരി ആശ്വസിപ്പിച്ചു. ലച്ചു ആരാണെന്ന് ഇനി എന്നിൽ നിന്ന് അച്ഛൻ മറച്ചുപിടിക്കുകയാണോ? അത് അവൾ നഷ്ടാവുന്ന ഭയമാണോ? എന്നാൽ ഞാൻ വാക്ക് തരാം. ഒരിക്കലും നിങ്ങളുടെ മകൾ അച്ഛന് നഷ്ടാവില്ല. പക്ഷെ അയാൾ പറഞ്ഞ മുഴുവൻ സത്യമാണെന്ന് അച്ഛൻ തന്നെ പറയണം. ആനന്ദ പറഞ്ഞു. സന്ദീപ് പറഞ്ഞു. ഗിരിയോട് പറഞ്ഞു. ഗിരി അതൊക്കെ ഞെട്ടലോടെ കേട്ടിരുന്നു. പറയച്ചാ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ആനന്ദ് ചോദിച്ചു. ഗിരി പഴയത് ഓർക്കാനാവാതെ മുഖം പൊത്തി.
അച്ഛൻ്റെ ഹൃദയം നീറുകയാണെന്ന് ആനന്ദ് മനസ്സിലാക്കി. മോൻ പറഞ്ഞവും കേട്ടൊക്കെ സത്യ. എൻ്റെ മോൾ നിനക്കൊപ്പം ജീവിക്കുമ്പോൾ എല്ലാം നീ അറിയണം. പക്ഷേ എൻ്റെ സ്വാർത്ഥത എന്നെ അതിനനുവദിച്ചില്ല. ഇപ്പം നീ എല്ലാം അറിഞ്ഞു വരുമ്പോൾ ഞാൻ എങ്ങനെയാ മോനെ നിന്നോടൊക്കെ മറച്ചു വെക്കുന്നത്? അവളുടെ ജീവിതത്തിനൊന്നും സംഭവിക്കരുത്. ഒരുപാട് വേദന സഹിച്ചിട്ട് എൻ്റെ കുഞ്ഞിപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. അത് മോൻ കാരണം. നിന്നിൽ നിന്ന് ഞാൻ ഇനി ഒന്നും മറക്കുന്നില്ല. മോൻ കേട്ടൊക്കെ സത്യ. ലച്ചു എൻ്റെ സ്വന്തം മകളല്ല. പക്ഷെ അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ എൻ്റെ മകളായി തന്നെ അറിയപ്പെടണം. അതെൻ്റെ സ്വാർത്ഥതയായിട്ട് മോന് തോന്നിയേക്കാം. പക്ഷേ സ്വന്തം മകളായിട്ടാണ് ഈ കണ്ടകാലം മുഴുവൻ അവളെ ഞങ്ങൾ വളർത്തിയത്. ഒരുപക്ഷെ അവൾ ഈ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം മറ്റൊരിടത്ത് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നേനെ. പക്ഷേ ഞങ്ങളുടെ സന്തോഷം തുടങ്ങിയത് അവളിലൂടെയാണ്. വിവാഹം കഴിഞ്ഞ് രാധിക ആദ്യമായിട്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ കുടുംബത്തിൽ ആദ്യ കുഞ്ഞു വരുന്ന സന്തോഷമായിരുന്നു എല്ലാവർക്കും. എന്നാൽ സ്കാനിങ്ങിൽ വയറ്റിലുള്ള വളർച്ചയില്ലാത്ത കുഞ്ഞാണെന്ന് കണ്ടും കുഞ്ഞിനെ കളയേണ്ടി വന്നു. പിന്നീട് രാധിക ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറായതാ. പക്ഷേ ദൈവം അവിടെയും ഞങ്ങളെ പരീക്ഷിച്ചു. ആദ്യം ഒരു അബോർഷൻ നടന്നുകൊണ്ട് ഇനിയൊരു ഡെലിവറി അതൊരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുമെന്നും അമ്മയെ കുഞ്ഞിനെ ആരെങ്കിലും ഒരാളെ മാത്രമേ ജീവനോടെ കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആയില്ല. എൻ്റെ രാധിക എല്ലാം കൊണ്ട് വല്ലാതെ ഡിപ്രഷനിലേക്കായിരുന്നു പിന്നീട് പോയത്. അവൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയാ ഞങ്ങൾക്ക് മാത്രമേ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാമെന്ന തീരുമാനത്തിലെത്തിയത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചു കാലത്തേക്ക് മാറി നിന്നു. അന്ന് ഞങ്ങൾക്കിപ്പോൾ ആ തീരുമാനത്തിൽ പൂർണ്ണ പിന്തുണയായിരുന്നു ഗൗരിയും ശങ്കറും. അഡോപ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് ലച്ചുവിനെ ഞങ്ങൾക്ക് മുമ്പിൽ ദൈവം എത്തിച്ചത്. 3 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ അമ്മ തൊട്ടില്ല. ആ കുഞ്ഞിൻ്റെ അമ്മ ഉപേക്ഷിച്ചു പോയി. അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു രാധികയ്ക്ക്. വൈകാതെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവളെ എൻ്റെ രാധിക ജന്മം നൽകിയ കുഞ്ഞായിട്ടാവണം മറ്റുള്ളവർ അറിയേണ്ടതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. രാധിക ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഓക്കെ ആയിട്ട് തിരിച്ചു വന്നപ്പോൾ മോളും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞാണ് ലച്ചു എന്നെല്ലാവരും വിശ്വസിച്ചു. അതായിരുന്നു ഞങ്ങളും ആഗ്രഹിച്ചത്. വളർന്നു തുടങ്ങിയപ്പോൾ കാർത്തിക് അവൾ ഓരോന്നിനും ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരുപാട് വട്ടം അവനെ സ്വന്തം മകനായി തന്നെ ശാസിച്ചു. അപ്പോഴും അത് ഗൗരിയിലൊരു അസംതൃപ്തി എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് എപ്പോഴാവണം ഗൗരിയുടെ മനസ്സിൽ ഞങ്ങളോടുള്ള ഇഷ്ടം മാറിയതും അത് സ്വത്തിലേക്കായതും. ഗൗരി തന്നെ കാർത്തികിനോട് മോൾ ആരാണെന്നുള്ള കാര്യം ഒരിക്കലും അറിയാതെ പറഞ്ഞു. അതുവഴി കാർത്തിക് ലച്ചുവിനെ കൂടുതൽ വെറുത്തു. സത്യം ലച്ചു മനസ്സിലാക്കാതിരിക്കാൻ കാർത്തികിനോട് കർശനമായി പറഞ്ഞു. ലച്ചുവിനേക്കാൾ 6 വയസ്സ് മൂപ്പുണ്ട് കാർത്തികിന്. ലച്ചു അവനെ സ്നേഹത്തോടെ ഏട്ടനെന്ന് വിളിച്ചാലും അവൻ അവളെ നോവിക്കുമായിരുന്നു. പിന്നീട് ലച്ചുവിന് അവനെ പേടിയായി തുടങ്ങി. അവനോട് അവളും അടുക്കാതെയായി. പിന്നീട് അവൻ വിദേശത്ത് പോയത്. അവിടുന്ന് മടങ്ങി വന്നപ്പോൾ കാർത്തിക ആളാകെ മാറിയിരുന്നു. ബാക്കിയൊക്കെ മോൻ അറിയാവുന്നല്ലേ. ഗിരി കണ്ണുനീരൊപ്പിക്കൊണ്ട് പറഞ്ഞു. ആനന്ദ കേട്ട് ഒന്നും പറയാനാവാതെ നിന്നു. ലച്ചു ഇതൊന്നും ഒരിക്കലും അറിയരുത് മോനെ. അറിഞ്ഞാൽ അവൾ ഞങ്ങളെ വെറുക്കും, ഞങ്ങളെ വിട്ട് അകന്നു പോകും. അതൊരിക്കലും ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. ഇതൊന്നും അവൾ അറിയരുത്. ഗിരി കരഞ്ഞുകൊണ്ട് കൈകൂപ്പി പറഞ്ഞു. ആനന്ദകണ്ണൻ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു. എനിക്കറിയാം അച്ഛൻ്റെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന്. പക്ഷെ സത്യം ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാനാവില്ല. ലച്ചുവിനോർത്ത് വർഷങ്ങളായിട്ട് നീറി ജീവിക്കുന്ന ഒരാളുണ്ട്. ചിലപ്പോൾ അത് ആരാണെന്ന് അറിയുമ്പോൾ അച്ഛന് വിശ്വസിക്കാനായിന്ന് വരില്ല. പക്ഷെ അതാണ് സത്യം. എന്തെങ്കിലും ഒരിക്കലും അവൾ സത്യം മനസ്സിലാക്കിയ അവളിൽ നിന്ന് മറച്ചു വെച്ചോർത്ത് അവൾ മറ്റൊരു തീരുമാനം എടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവളെ എൻ്റെ മോളാ, എൻ്റെ മാത്രം മോൾ. ഗിരി അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അവളെ ആർക്കും വിട്ടുകൊടുക്കാനല്ല അച്ഛാ. എന്തെങ്കിലും സത്യം മനസ്സിലാക്കി നമ്മളെ വിട്ട് അവൾ പോയാൽ അത് അച്ഛനമ്മയ്ക്കും താങ്ങാനാവൂ. അതുകൊണ്ട് ശരിയായ സമയത്ത് അവൾ സത്യങ്ങളെല്ലാം അറിയണം. അവൾ ഒറ്റയ്ക്കല്ല. ഈ ഭൂമിയിൽ അവളുടെ അതേ ചോരയിൽ അവൾക്കൊരു ഏട്ടൻ കൂടിയുണ്ട്. ആനന്ദ് പറഞ്ഞു. ഗിരി അത് കേട്ട് ഞെട്ടിത്തരിച്ചവനെ നോക്കി. ഇല്ല, ആര് വന്നാലും അവള് ഞാൻ കൊടുക്കില്ല. എൻ്റെ മോളാ അവള്, എൻ്റെ മാത്രം മോൾ. അങ്ങനെ ഒരുത്തിനും അവളെ തേടി വരണ്ട. ഞാൻ സമ്മതിക്കില്ല. നീ പോയേ. ഇതൊന്നും അവൾ അറിയരുത്. ഞങ്ങളെ തനിച്ചാക്കി അവൾ പോയാൽ പിന്നെ ഞങ്ങൾ ജീവനോടുണ്ടാവില്ല. ഗിരി ഭ്രാന്തമായ അവസ്ഥയിൽ പറഞ്ഞതും ആനന്ദ കണ്ട് ഭയന്നു. അച്ഛൻ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. അവൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല. വേണ്ട, നീനിയൊന്നും പറയണ്ട. പോയേ, നീനിയോട് നിൽക്കണ്ട. വേണ്ട. ഗിരി അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ടത് ആനന്ദ് വല്ലാത്ത സമ്മർദ്ദത്തിലായി. വർഷങ്ങളായി ഒറ്റപ്പെട്ട് വേദന സഹിച്ച് ജീവിക്കുന്ന സന്ദീപിന്റെ മുഖവും എന്നാൽ സ്വന്തം മകളായ അവൾ വളർത്തിയ അച്ഛനും ഒരുപോലെ ആനന്ദത്തിൽ നോവുണ്ടാക്കി. അച്ഛാ, പെട്ടെന്ന് ലച്ചുവിന്റെ ശബ്ദം കേട്ടതും ആനന്ദ് ഗിരി ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അവരെ തന്നെ നോക്കി നിൽക്കുന്ന ലച്ചുവിനെ കണ്ടതും രണ്ടുപേരുടെ ഉള്ളിൽ ഒരു ഭയം ഉയർന്നു. മോളെ നീ? ഗിരി ഞെട്ടിലോടെ അവളെ നോക്കി. എന്താ അച്ഛാ, എന്തു പറ്റി? മോയത വല്ലാണ്ടിരിക്കുന്നേ? ലച്ചു കാര്യം അറിയാതെ ചോദിച്ചു. അതിൽ നിന്ന് അവളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ആനന്ദ് ഉറപ്പിച്ചു. അത് കണ്ടത് അവൻ സമാധാനത്തോടെ അച്ഛനെ നോക്കി. ഏട്ടന്റെ വണ്ടി പുറത്തേ കണ്ടു. ആദ്യേട്ടനെയും കണ്ടു. എന്നിട്ട് നിങ്ങളെ കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇവിടെ നിൽക്കുന്ന രണ്ടുപേരും. ഗിരി അത് തന്നെ വീണ്ടും പറഞ്ഞു. ആനന്ദ്,
ലച്ചു പറഞ്ഞതും അച്ഛനത് കേട്ട് സമാധാനത്തോടെ ആനന്ദിനെ നോക്കി. ഒന്നുമില്ല മോളെ, ഞങ്ങൾ വെറുതെ മോള് വാ നമുക്ക് അകത്തേക്ക് പോവാം, അവൻ പോവാനിറങ്ങിയതാ. അച്ഛൻ ആനന്ദിനെ നോക്കി പറഞ്ഞു. അത് കേട്ട് ലച്ചു നെറ്റി വിളിച്ചു. അതിന് ഏട്ടാ അകത്ത് കയറിയില്ലല്ലോ. അച്ഛനത് എന്ത് പറ്റി? വീട്ടിൽ കയറാതെ പോകണമെന്നോ? ആണോ ഏട്ടാ? ലച്ചു അവനെ നോക്കി ചോദിച്ചു. അവന് പോയിട്ട് കുറച്ച് കാര്യമുണ്ട്, അതുകൊണ്ട് ഇറങ്ങുക, ഇടയ്ക്കിടയ്ക്ക് വരാലോ ഇനിയും. ആനന്ദ് പറഞ്ഞതും അച്ഛൻ അവനെ വല്ലായ്മയോടെ നോക്കി. എന്നാലും അകത്തേക്ക് കയറിയിട്ട് പോയാൽ പോരെ ഏട്ടന്? ഇവിടം വരെ വന്നിട്ട്. അവന് അത്യാവശ്യം ഉണ്ടെന്നല്ലേ മോളെ പറഞ്ഞ്, നീ വന്നേ. ഗിരിയാദം പറഞ്ഞ അവളെയും പിടിച്ച് അകത്തേക്ക് പോയതും ലച്ചു അവനെ തിരിഞ്ഞു നോക്കി. ഒന്നും മനസ്സിലാവാതെ അവൾ അകത്തേക്ക് പോയി. അത് കണ്ടത് ആനന്ദിന്റെ നിശ്വാസത്തോടെ ആദ്യയുടെ അടുത്തേക്ക് ചെന്നു. വിചാരിച്ച പോലും നടന്നില്ലല്ലേ? ആനന്ദിനെ വരവേണ്ടതും ആദ്യം അവനോടായി ചോദിച്ചു. അച്ഛൻ്റെ ഉള്ളിലുള്ള ഭയം മാറാതെ ലച്ചുവിനൊന്നും അറിയിക്കാനാവില്ല. അതേ അതിനെ സമ്മതിക്കുന്ന കൂടിയില്ല. സന്ദീപാണ് അവളുടെ ഏട്ടനെന്നറിഞ്ഞ അവൾ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാര്യം തന്നെയായാലും സത്യം സത്യമില്ലാതാവില്ലല്ലോ. നീ കയറ്. ആദ്യം പറഞ്ഞു. ആനന്ദ് അകത്തേക്ക് നോക്കിക്കൊണ്ട് വണ്ടിയിൽ കയറി. ആനന്ദിന്റെ വീട്ടിൽ വിവാഹത്തിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. കല്യാണ ഡേറ്റ് എടുത്തു. ഇനിയും ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് നടക്കാനാണോ രണ്ടിനെയും ഭാവം? വീട്ടിലേക്ക് കയറി വന്ന ആനന്ദിനെ ആദ്യം കണ്ട അച്ഛൻ ചോദിച്ചു. കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതിന് പോയതാ ഞങ്ങൾക്കറിയാത്ത എന്താ അത്യാവശ്യമാണ് നിങ്ങൾക്കുള്ളത്? അമ്മ, എനിക്ക് അച്ഛനോടും അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആനന്ദ് പറഞ്ഞു. ആദ്യം ഞെട്ടി ആനന്ദിനെ നോക്കി. ഇത്ര മുഖവരിയോടെ പറയാൻ എന്താടാ കാര്യം? പറയാം, കാര്യം കുറച്ച് സീരിയസ് ആണ്, നിങ്ങൾ വാ ഞാൻ പറയാം. ആനന്ദ് പറഞ്ഞു. അച്ഛനും അമ്മയും പരസ്പരം നോക്കി. നന്ദു ഒന്നിങ്ങോട്ട് വന്നേ. ആദ്യം അവനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്താണ് നിന്റെ ഉദ്ദേശം? എല്ലാ അച്ഛനോടും അമ്മയോടും പറയാനാണോ? നിനക്കെന്താ വട്ടാണ് നന്ദു? കാർത്തികിനെ കുറിച്ച് നടന്നൊക്കെ പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുന്ന അറിയുന്ന നിനക്ക്? നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. ലച്ചുവിനെ കുറിച്ചുള്ള സത്യങ്ങളാ. അതെന്നാലും അച്ഛനും അമ്മയും അറിയണം. നാളെ ഒരു ദിവസത്തിന്റെ പേരിൽ ലച്ചുവിന് വിഷമിക്കേണ്ടി വരരുത്. ഞാൻ അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ എന്തായാലും ഇത് ലച്ചു അറിയണം തന്നെയാണോ നിന്റെ മനസ്സിൽ? ആദ്യം ചോദിച്ചോ. ആനന്ദും മൗനമായി നിന്നു. നീ എന്താണ് ഒന്നും മിണ്ടാത്തേ? സന്ദീപിന്റെ അവസ്ഥ എന്തായാലും ചിന്തിക്കാത്ത? ഇത്രയും നാൾ അവൾ അറിയാതെ പോലും സംരക്ഷിച്ച അവനല്ലേ? കാർത്തികിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞോണ്ടല്ലേ ഇന്ന് ലച്ചുവിനെങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇത്രയും നാൾ അവൾ കൺമുമ്പിലുണ്ടായിട്ട് കൂടി അവകാശം ചോദിച്ചാൽ വന്നിട്ടുണ്ടോ? ദൂരെ നിന്നായാലും വേദനയോടെ കണ്ടിട്ടല്ലേ ഉള്ളൂ. നഷ്ടങ്ങളുടെ കണക്ക് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേദന സഹിച്ച അവനല്ലേ? അപ്പൊ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണോ? അവന്റെ പേരുള്ള ലച്ചുവിന്റെ മനസ്സിലെ സ്ഥാനം അത് മാറണം. നല്ലത് ആര് ചെയ്താലും അത് അറിയപ്പെടണം. ലച്ചുവിന്റെ സ്നേഹം മാത്രം ഇനി അവന് ജീവിതത്തിലുള്ള ഏക ആശ്രയം. അതെങ്കിലും ഇനിയുള്ള കാലം അവനുണ്ടാവണം. ഇതൊക്കെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. ഈ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ അവൻ്റെ ഭാഗത്ത് ഞാൻ എന്നെ സ്വയം സങ്കല്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ്. ആനന്ദ് പറഞ്ഞു. ആദ്യം അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നീ പറയുന്നതിൽ എനിക്ക് തെറ്റു പറയാനാവില്ല, പക്ഷെ ഇതുകൊണ്ട് ആർക്കും ആരെയും നഷ്ടാവരുത്. അതെനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളൂ. ആലോചിച്ച് വേണമല്ല. ആദ്യം അതും പറഞ്ഞ് അകത്തേക്ക് പോയതും ആനന്ദ് അവൻ്റെ പിറകെ അകത്തേക്ക് നടന്നു. ആനന്ദിനെ കാത്തുന്ന പോലെ അച്ഛനും അമ്മയും നിൽക്കുകയായിരുന്നു. എന്താ നന്ദു നിനക്ക് സംസാരിക്കാനുള്ളത്? നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നമുള്ളതായി എനിക്ക് തോന്നി. അവിനച്ച ചിലപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിന്ന് വരില്ല. നീ എന്താണ് ഈ പറയുന്നത്? ഒന്ന് തെളിയിച്ച് പറയേ. അമ്മേ, ലച്ചുവിനെ കുറിച്ചാണ് പറയാനുള്ളത്. അവളെ കുറിച്ച് എന്താണ് ഇനി പറയാനുള്ളത്? ഇനി വീണ്ടും രണ്ടും കൂടി കല്യാണം വേണ്ടാ തീരുമാനിച്ചോ? അതല്ല അച്ഛാ, അവൻ പറയും നിങ്ങൾ ആദ്യം സമാധാനത്തോടെ കേൾക്ക്. ആദ്യം പറഞ്ഞു. അച്ഛനും അമ്മയും ഒന്നും മനസ്സിലാവാതെ ആനന്ദിനെ നോക്കി. നന്ദു, അപ്പൊ ലച്ചുമോള്? അമ്മ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. സത്യമാണമ്മേ, അവൾ സത്യത്തിൽ അവളുടെ മകളല്ല. ഈ സത്യം അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് ഇതൊക്കെ എങ്ങനെ സഹിക്കും? ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നീ അവൾക്ക് കൊടുക്കണേ ദേവി. ആ വൃത്തികെട്ടൻ്റെ കൂടെ ആ പയ്യൻ നടന്ന ഇതിനാണെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പാവം, അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അമ്മ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. നന്ദു, ഇതൊക്കെ ഇപ്പോൾ അവൾ അറിയിക്കണം മോനെ. നല്ലൊരു ചടങ്ങടക്കായിരിക്കുന്ന വീടാ. വീണ്ടും ഒരു തടസ്സം ഇത് കാരണം ഉണ്ടാവൂടാ. തടസ്സം എന്ന് തന്നെയായാലും സത്യലച്ചു അറിയണം. അവനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറണം. ഇപ്പം എല്ലാം അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായില്ലേ? അതുപോലെ സമയമെടുത്തിട്ടാണെങ്കിലും അവളത് ഉൾക്കൊള്ളും, എനിക്ക് ഉറപ്പാണ്. ഞങ്ങളെപ്പോലെ ആണോ മോനെ അവളുടെ അവസ്ഥ? ഓർമ്മ വെച്ച നാൾ മുതൽ അവളുടെ എല്ലാവരല്ലേ. അപ്പോൾ ഇതൊക്കെ അവൾക്ക് സഹിക്കാനാവൂ? എനിക്ക് തോന്നുന്നില്ല. നീ അബദ്ധമൊന്നും തൽക്കാലം കാണിക്കണ്ട. എല്ലാം സമയമാകുമ്പോൾ അവൾ അറിയട്ടെ, അതാ നല്ലേ. അതേടാ മോനെ, ഇപ്പം തന്നെ ഒരു പ്രശ്നം കഴിഞ്ഞെല്ലാം നേരെയായിട്ടേ ഉള്ളൂ. അതിനിടയിൽ അടുത്തുകൂടി അവൾക്ക് താങ്ങാനാവില്ല. എനിക്കറിയില്ല. എന്തിനായാലും ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് അവൾ സത്യം മനസ്സിലാക്കണം. വിവാഹപ്പന്തൽ അവളുടെ ഏട്ടൻ്റെ സ്ഥാനത്ത് സന്ദീപ് ഉണ്ടാവണം. നീ എന്തിനാ നന്ദു ഇങ്ങനെ വാശി കാണിക്കുന്നത്? ഒരിക്കലും വാശിയല്ല അമ്മേ. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ പെരുമാറാൻ എനിക്ക് ആവാത്തതുകൊണ്ടാ. മറ്റുള്ളവർക്ക് കൂടി സന്തോഷം ഉണ്ടാവുന്ന വേണം നമ്മൾ ചെയ്യാനെന്നല്ലേ അച്ഛനും അമ്മയും ഞങ്ങളെ പഠിപ്പിച്ച്. ഈ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ എന്തു പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. പക്ഷെ നാളെ ഞാൻ പറഞ്ഞായിരുന്നു ശരിയെന്ന് നിങ്ങൾ പറയും, എനിക്ക് ഉറപ്പുണ്ട്. ആനന്ദ പറഞ്ഞ ആത്മവിശ്വാസത്തോടെ അവൻ്റെ മുറിയിലേക്ക് പോകാൻ പോയതും ബാഗൊക്കെ ആയിട്ട് ഇറങ്ങിയിരുന്ന സുമതിയെയും പ്രിയയും കാവ്യയും അവർക്കൊപ്പം വരുന്ന ആര്യയും കണ്ടതും അവരെയും നോക്കിക്കൊണ്ട് അവർ റൂമിലേക്ക് പോയി. എന്താ പല്ലവി ഇതൊക്കെ?
സുമതി വേഗത്തിൽ അമ്മയുടെ അടുത്തേക്ക് വന്നു. ഇവിടെ സംസാരിച്ച നീ കേട്ടോ? പിന്നെ കേൾക്കാതെ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചതൊക്കെ എന്താന്ന്. അപ്പൊ ലച്ചു സത്യത്തിൽ അനാഥയാണോ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.